CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ കോങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് മുൻ MP രമ്യ ഹരിദാസ്. തിരഞ്ഞെടുപ്പ് വേളകളിൽ സർവേകൾ വരുന്നത് സ്വാഭാവികമാണ്. നിലവിൽ തനിക്ക് സംഘടനാ ചുമതലയുള്ളത് കണ്ണൂരിലാണ്. പാർട്ടി എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും അത് ഏറ്റെടുക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. വേനൽ ചൂടിനേക്കാൾ വേഗത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ ചൂടുയരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ മണ്ഡലം നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ LDFും കരുനീക്കങ്ങൾ സജീവമാക്കി. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല യുവജനയാത്രയുടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം പര്യടനം ആവേശമായി. കുമരമ്പത്തൂർ ചുങ്കം ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച യാത്ര തെങ്കര ചെക്ക് പോസ്റ്റിൽ സമാപിച്ചു. പകൽപൂര നിറവിൽ ചെർപ്പുളശ്ശേരി തൃക്കടീരി തിരുവളനാട് കാവിൽ താലപ്പൊലി ആഘോഷിച്ചു. വൈകുന്നേരത്തോടെ ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ചന്തം ചാർത്തി. കാളവേലകളും തേരും ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി. വേനൽ ചൂടിനേക്കാൾ വേഗത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ ചൂടുയരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ മണ്ഡലം നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ LDFും കരുനീക്കങ്ങൾ സജീവമാക്കി. അണിയറയിൽ ചർച്ചകൾ കൊഴുക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇരു മുന്നണികളും പുലർത്തുന്ന രഹസ്യ സ്വഭാവം മണ്ഡലത്തിൽ ഉദ്യോഗം വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ 3 തവണയും മണ്ഡലം കൈവിടാതിരുന്ന N ഷംസുദ്ദീൻ തന്നെ വീണ്ടും ജനവിധി തേടുമെന്ന സൂചനകൾ ശക്തമാണെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തത് പ്രവർത്തകർക്കിടയിൽ ചർച്ചയാണ്. ലീഗിലെ പ്രാദേശിക തലത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഐക്യത്തോടെയുള്ള ഒരു പ്രഖ്യാപനത്തിനാണ് നേതൃത്വം കാത്തിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പച്ചക്കൊടി ലഭിച്ചാലുടൻ സർപ്രൈസ് പ്രഖ്യാപനം ഉണ്ടായേക്കാം. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ശക്തനെ തന്നെ രംഗത്തിറക്കാനാണ് CPI നീക്കം. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി മുതൽ പ്രാദേശിക നേതാക്കളായ മണികണ്ഠൻ പൊറ്റശ്ശേരി, P കബീർ, VM ലത്തീഫ് എന്നിവരുടെ പേരുകൾ വരെ സജീവ പരിഗണനയിലുണ്ട്. പുറത്തുവരുന്ന പേരുകൾക്കപ്പുറം മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരു കരുത്തനായ സംസ്ഥാന നേതാവിനെ ഇറക്കി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള നീക്കവും ഇടതുപക്ഷം ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. 2 മുന്നണികളിലും സ്ഥാനാർത്ഥി മോഹികളുടെ നീണ്ട നിര തന്നെയുണ്ടെങ്കിലും വിജയസാധ്യത മാത്രം മുൻനിർത്തിയുള്ള കരുതലോടെയുള്ള നീക്കത്തിലാണ് നേതൃത്വങ്ങൾ. CCN മണ്ണാർക്കാട്. മലയോര മേഖലയായ കോട്ടപ്പാടം, അമ്പലപ്പാറ, കാപ്പുപറമ്പ് പ്രദേശങ്ങളിൽ ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂടെത്തിച്ചു. കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. നിലമ്പൂർ RRTയിൽ നിന്നുള്ള കൂടാണ് അമ്പലപ്പാറ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്ത് എത്തിച്ചത്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി പറയുന്ന തോടുകാട്ടിലാണ് നിലവിൽ കൂട് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് സ്ഥാപിക്കുന്നതിനായി ഉന്നതാധികാരികളുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് വനംവകുപ്പ്. 1 മാസത്തോളമായി റോഡിലും സ്വകാര്യ ഭൂമിയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനിടെ കടുവയെ കണ്ട തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അമ്പലപ്പാറ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ ജനകീയ ഉപരോധ സമരം നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനും നിരീക്ഷണ ക്യാമറകൾ വെക്കാനും ധാരണയായി. ഈ തീരുമാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരികയാണ്. നിലവിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ ഇതുവരെ പതിഞ്ഞിട്ടില്ല. കൂട് പൂർണ്ണമായും സജ്ജമാക്കി സ്ഥാപിക്കാൻ ഒരാഴ്ചയോളം സമയം എടുക്കുമെന്നാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. CCN ചത്തല്ലൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ കോങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് മുൻ MP രമ്യ ഹരിദാസ്. തിരഞ്ഞെടുപ്പ് വേളകളിൽ സർവേകൾ വരുന്നത് സ്വാഭാവികമാണ്. നിലവിൽ തനിക്ക് സംഘടനാ ചുമതലയുള്ളത് കണ്ണൂരിലാണ്. പാർട്ടി എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും അത് ഏറ്റെടുക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ പ്രവർത്തനത്തിലാണ് കോൺഗ്രസും അതേപോലെ തന്നെ UDF സംവിധാനവും. പറയാലോ, കാസർഗോഡ് നിന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDFന്റെ ജാഥ ആരംഭിക്കുകയാണ് 6-ാം തീയതി. ഇപ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനവും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പട്ടിക പുതുക്കൽ ശുദ്ധീകരണത്തിന്റെ ഒരു ഘട്ടം കൂടിയാണ് SIRന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ വോട്ടുകൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരെ വെട്ടിക്കളയുന്നതിൽ
വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഈ SIR പ്രവർത്തനങ്ങളിൽ ഭാഗമായത്. അപ്പൊ നമ്മുടെയൊക്കെ മുൻപിലുള്ള ആദ്യത്തെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ UDFന്റെ സർക്കാർ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിരിക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങളാണ്. അതിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും മുന്നണിയുടെ പ്രവർത്തനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതെല്ലാം എടുക്കുന്നത് അവസാന ഘട്ടത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടി തീരുമാനിക്കുന്ന പോലെയാണ്. അല്ല, അങ്ങനെ നമ്മളെ സംബന്ധിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കോഴിക്കോട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന സമയത്താണ് പാർട്ടി ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനമെടുത്തത്. അപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അതാത് സമയങ്ങളിൽ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയായിരിക്കും. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ്, പാർലമെന്റിൽ മത്സരിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചേലക്കരയിലേക്കും തീരുമാനമെടുത്തത് പാർട്ടിയാണ്. അപ്പൊ ആ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, അത് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ആ സമയങ്ങളിൽ അതിനുള്ള തീരുമാനമെടുക്കും. അതല്ല മറ്റൊരു തീരുമാനമാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ തന്നെയാണ്. കോങ്ങാട് മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് ഫോൺ കോൾ വരുന്നുണ്ട്. അതിൽ സ്ഥാനാർത്ഥികളുടെ പേരായിട്ട് KA തുളസി, അതുപോലെ രമ്യദാസിന്റെ പേരൊക്കെ പറഞ്ഞു. അത് കോൺഗ്രസ് അവിടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകൊണ്ടായിരിക്കും അത്തരത്തിൽ കോളൊക്കെ വരുന്നുണ്ടാവുക. ഇപ്പൊ മാധ്യമ സുഹൃത്തുക്കളും പല ആളുകളും ചെന്ന് ചോദിക്കുന്ന സമയത്ത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു ജനാധിപത്യ ഉത്സവമാണല്ലോ, അപ്പൊ അവരവരുടേതായിരിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത്രയും അഭിപ്രായങ്ങൾ പറയുവാനും, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളോട് പോലും അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലും നിങ്ങളെ ആരെയും കേരളത്തിൽ എവിടെയും തടയാറ് പോലും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നറിയാം. അപ്പം ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായങ്ങളും പല ആളുകളും നടത്തുന്ന സർവേകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചറിയുന്നതിനൊക്കെ കൂട്ടത്തിൽ അതൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. താല്പര്യം അറിയിച്ചിട്ടുണ്ടോ നേതൃത്വത്തെ? എങ്ങനെ താല്പര്യം അറിയിച്ചിട്ടുണ്ടോ നേതൃത്വത്തെ? അല്ല, നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അറിയാലോ, ഞാൻ വന്ന വഴികളും എന്നെ വളർത്തിയെടുത്തതും പാർട്ടിയാണ്. അപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്നെപ്പോലെ വളർന്നു വന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയായി, KSUവിന്റെ പ്രവർത്തകയായി വളർന്നു വന്ന ഒരു പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തിയാണ് പാർട്ടി ആ പ്രവർത്തനത്തിലേക്ക് നമ്മളെ കൂടി ഉൾപ്പെടുത്തിയത്. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആളുകൾ, സീനിയർ ആയിരിക്കുന്ന ആളുകൾ ഇരുന്ന ഒരു മേഖലയാണ്. അപ്പൊ അവിടെയൊക്കെ പ്രവർത്തിക്കാൻ അവസരം നൽകുന്നത് പാർട്ടിയാണ്. അപ്പൊ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് പോവുകയാണ് നാളിതുവരെ ചെയ്തത്. CCN മണ്ണാർക്കാട്. പകൽപൂര നിറവിൽ ചെർപ്പുളശ്ശേരി തൃക്കടീരി തിരുവളയനാട് കാവിൽ താലപ്പൊലി ആഘോഷിച്ചു. വൈകുന്നേരത്തോടെ ഗജവീരന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് സന്തം ചാർത്തി. കാളവേലകളും തേരും ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി. വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തന്ത്രി ഈക്കാട്ടുമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കലശാഭിഷേകത്തിന് കാർമ്മികനായി. രാവിലെ 10:30 ഗജപൂജയും ആനയൂട്ടും നടന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ വിവിധ ദേശവേലകൾ വാദ്യമേളങ്ങളുടെയും പൊന്നണിഞ്ഞ ആനകളുടെയും അകമ്പടിയോടെ കാവിലേക്ക് എത്തിച്ചേർന്നു.
കാളവേല, തേർ, തിറ, പൂതൻ, നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരത്തിന് മാറ്റുകൂട്ടി. രാത്രിയിൽ കളംപാട്ട്, അഷ്ടപതി, തായമ്പക എന്നിവയ്ക്കു ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്ക് നടന്ന താലപ്പൊലി എഴുന്നള്ളിപ്പോടെ ആഘോഷങ്ങൾ സമാപിച്ചു. CCN ചെർപ്പുളശ്ശേരി. രശ്മി ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും 81ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവവും ഫെബ്രുവരി 6 മുതൽ 8 വരെ മലപ്പുറം കോട്ടപ്പടി എസ്പെറോ ഹോട്ടൽ ഹാളിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംവിധായകനും നടനുമായ മധുപാൽ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. 81ാം രാജ്യാന്തര ചലച്ചിത്രോത്സവവും അതുപോലെ 50ാം വാർഷിക സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവുമാണ് 6-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് നടനും സംവിധായകനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്യുന്നത്. കോട്ടപ്പടി എസ്പെറോ ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. ഒരു സന്തോഷമുള്ളത്, ഇന്ത്യയിൽ ഒരുപക്ഷെ 50 വർഷം പിന്നിട്ട ഒരു ഫിലിം സൊസൈറ്റി തുടങ്ങിയ 75 തൊട്ട് ഇന്ന് വരെ അത് സജീവമായി നിലനിൽക്കുന്നു. അത് മലപ്പുറത്തെ ജനങ്ങളുടെ കലയോടും സാഹിത്യത്തോടും ചലച്ചിത്രത്തോടുമുള്ള ആഭിമുഖ്യം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. എങ്കിൽ പോലും ആളുകൾക്ക് ആ താല്പര്യം ഉള്ളത് കൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ 81ാം ചലച്ചിത്രോത്സവമാണ്. സർക്കാർ ഇപ്പോൾ നടത്തിയത് 30ാമത്തെയാണ്. നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് ഒന്നിലധികം ഫെസ്റ്റിവലുകൾ നടത്തിക്കൊണ്ടാണ് ഇത് 81ൽ.
ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ജില്ലാ കളക്ടർ വ്യാർ വിനോദ് സിഗ്നേച്ചർ ഫിലിം പ്രകാശനം ചെയ്യും. പി ഉബൈദുള്ള MLA ചലച്ചിത്രോത്സവ പതിപ്പ് ഉണ്ണികൃഷ്ണൻ ആവളയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കും. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ഷാജി N. കരുൺ പുരസ്കാരം മലയാള സർവകലാശാല VC ഡോക്ടർ CR പ്രസാദ് സമ്മാനിക്കും. ഡോക്ടർ KS അനിൽകുമാർ, ഡോക്ടർ G. രശ്മി എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. മലപ്പുറം ദേശം സിനിമ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കും. സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ ഡോക്ടർ S. ഗോപു, GK രാമോഹൻ, ആശ കല്ലുവളപ്പിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ പ്രദർശിപ്പിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ വിവിധ വിദേശ സിനിമകളും മലയാള സിനിമകളും പ്രദർശിപ്പിക്കും. 2ാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് 5-ന് മെഹഫിൽ മാപ്പിള കലാ അക്കാദമി അവതരിപ്പിക്കുന്ന ഗസൽ പൂക്കൾ അരങ്ങേറും. ഫെബ്രുവരി 8-ന് വൈകുന്നേരം 5:30-ന് നടക്കുന്ന സമാപന സമ്മേളനം സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മ ഉദ്ഘാടനം ചെയ്യും. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യ പാസുകൾ വഴി നിയന്ത്രിക്കും. വാർത്താ സമ്മേളനത്തിൽ മണമ്പൂർ രാജൻ ബാബു, അനിൽ കുറുപ്പൻ, അഡ്വക്കേറ്റ് VM സുരേഷ് കുമാർ, ഖാലിദ് V, ഹനീഫ് രാജാജി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല യുവജനയാത്രയുടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം പര്യടനം ആവേശമായി. കുമരമുത്തൂർ ചുങ്കം ജംഗ്ഷനിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച യാത്ര തെങ്കര ചെക്ക് പോസ്റ്റിൽ സമാപിച്ചു. മണ്ണാർക്കാടിന്റെ നഗരവീഥികളിലൂടെ ഈത്തപടി കടന്നു വരുന്ന പ്രിയമുള്ളവര് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും അനുമോദനത്തിന്റെ 1000 സ്നേഹപുഞ്ചണ്ടുകൾ സവിനയം സമർപ്പിച്ചാലും പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ട് രാജോചനമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ വാദനത്തിന്റെ പുറകിലായി ഒരു രാഗമായി, ഒരു താളമായി, ഒരു ലയമായി പോരാട്ട വീരത്തിന്റെ സമരത്തീജ്വാലകൾ തീർത്തുകൊണ്ട് ഇതുവരെ കടന്നവർ ജയഘോഷിന്റെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന്റെ പുറകിലായി ഇതുവരെ കടന്നു വരുന്നു. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ സമാപന സമ്മേളനം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് വെള്ളമില്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് സ്വന്തം പോക്കറ്റിലെ കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന കയ്യിലെ കാശിൽ നിന്ന് മിച്ചം പിടിച്ചുകൊണ്ട് വെള്ളം എത്തിച്ചു കൊടുത്ത പ്രിയങ്കരനായ ഷുഹൈബ്, ആശുപത്രികളിൽ രക്തം വേണമെന്ന ആവശ്യവുമായി സാധാരണക്കാരൻ ഓടി നടക്കുന്ന സമയങ്ങളിൽ ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾക്ക് രക്തം തരാം, നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മയാണ്, സഹോദരിയാണ് എന്ന് പറഞ്ഞ് ഓടിയെത്തിയിരുന്ന ഷുഹൈബ് തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഒരു മണ്ഡലത്തിലേക്കുള്ള പോസ്റ്ററുകളും നോട്ടീസുകളും കൊടിതോരണങ്ങളും കൊണ്ടുകൊടുത്ത് തിരിച്ചു വന്ന് ഒരു സാധാരണക്കാരന്റെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കാൻ കയറിയപ്പോൾ കൈകളിലുണ്ടായിരുന്ന ടിയർ ഗ്യാസ് എറിഞ്ഞുകൊണ്ട് ബോംബ് മറ സൃഷ്ടിച്ചുകൊണ്ട് വധിക്കുവാൻ ആളെ അയച്ച് CPM നേതൃത്വം കൊടുക്കുമ്പോൾ പോലും കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരോട് പറഞ്ഞത് ഇതെന്നെ ഉന്നം വെച്ചുകൊണ്ടാണ്, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ പ്രിയങ്കരനായ ഷുഹൈബിന്റെ ജീവൻ കൊടുത്ത ആ ധീര രക്തസാക്ഷി ദിനത്തിലാണ് ഈ പദയാത്ര സമാപിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയങ്കരായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ ജീവൻ കൂടി കൊടുക്കേണ്ടി വന്നത് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ ക്രിമിനൽ ബുദ്ധികളുടെ അടിയന്തരമായിരിക്കുന്ന ആ നിരീക്ഷണത്തിൽ കൊണ്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നത്. ഞങ്ങൾക്കത് പൊറുക്കാൻ കഴിയുന്നതല്ല, മാപ്പ് കൊടുക്കാൻ കഴിയുന്നതല്ല. സന്ധിയില്ലാത്ത പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുവാൻ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഈ പദയാത്രയുടെ സമാപന സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജയഘോഷും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയും നടത്തിയിരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതിയ തലമുറയെ, പുതിയ ചെറുപ്പക്കാരെ, പുതിയ സഹോദരിമാരെ സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് പാലക്കാട് ജില്ലയിൽ സാധിച്ചിട്ടുണ്ട് എങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി കരുത്തുറ്റ നേതൃത്വങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെയൊക്കെ തുടർന്നുള്ള പ്രാർത്ഥനയും പിന്തുണയും
ഞങ്ങളുടെ സഹപ്രവർത്തകർക്കുണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇഫ്തിഖാറുദ്ദീൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. നസീർ ബാബു അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളായ OK ഫാറൂഖ്, അരുൺകുമാർ പാലക്കുറിശി, ജിതേഷ് നാരായണൻ, MP സുബ്രഹ്മണ്യൻ, AK ജാനിബ്, അഹമ്മദ് അഷറഫ് എന്നിവർ സംസാരിച്ചു. PR സുരേഷ്, അസീസ് ഭീമനാട്, EK ജസീൽ, PT അജ്മൽ, ശ്യാം ദേവദാസ്, നിഖിൽ കണ്ണാടി, ഗൗജ വിജയകുമാർ, ഗിരീഷ് ഗുപ്ത, ഹാരിസ് തത്തേങ്ങലം, ആഷിഖ് വറോഡൻ, സിനാൻ തങ്ങൾ, സിബ്ഹത്ത്, അബ്ദുൽ ഹസീബ്, സുമേഷ് ഇലച്ചിവഴി തുടങ്ങിയവർ സമാപന പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. മലപ്പുറം പൂഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ സമരസമിതി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഈ മാസം 8 രാവിലെ 10 മണിക്ക് പ്ലാന്റിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുള്ളപ്പാറയിലുള്ള അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ച ജനകീയ സമിതി ഭാരവാഹികൾ മലപ്പുറം വാർത്താസമ്മേളനത്തിൽ അറിയിക്കുന്നു. ET ഫീഡ്സ് എന്ന കോഴി വേസ്റ്റ് മാലിന്യ പ്ലാന്റ് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസപ്പെട്ട സ്ഥാപനമായിട്ടാണ് നടക്കുന്നത്. അതിന്റെ ചുറ്റുപാട് താമസിക്കുന്നവർക്കും അവിടെ ഭൂവുടമകൾക്കും വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ കുട്ടികൾക്കും വലിയവർക്കും വല്ല അലർജിയോ മാറാരോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട്. പിന്നീട് ക്യാൻസർ രോഗങ്ങളെല്ലാം പടർന്നു വരുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഞങ്ങളത് DMO അതുപോലെ തന്നെ HI മെഡിക്കൽ ഓഫീസർ എല്ലാം സ്ഥലം പരിശോധിച്ചു 2024 അവരിവിടെ താമസയോഗ്യമല്ല. ഈ ഫാക്ടറികളിലെ ദുർഗന്ധവും മലിനജലം കുടിവെള്ള സ്രോതസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാവരും നേരിട്ട് കണ്ടതായിരുന്നു അവര്. അപ്പൊ അവർ താമസയോഗ്യമല്ലാന്ന് വരെ പറഞ്ഞായിരുന്നു. 2020 പ്രദേശവാസികളെ അറിയിക്കാതെ ആരംഭിച്ച പ്ലാന്റ് വലിയ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. രാത്രികാലങ്ങളിൽ പ്ലാന്റ് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന അസഹ്യമായ പുകയും കരിഞ്ഞ ഇറച്ചിയുടെ ദുർഗന്ധവും കാരണം നാട്ടുകാർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ ജലസ്രോതസ്സുകൾ ഉപയോഗശൂന്യമാക്കി. ശ്വാസതടസ്സം, അലർജി, ചൊറിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമെ പ്രദേശത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായും സമരസമിതി ആരോപിച്ചു. പ്ലാന്റിന്റെ ശേഷി 3 ടണ്ണിൽ നിന്ന് 6 ടണ്ണാക്കി ഉയർത്തിയത് ദുരിതം ഇരട്ടിയാക്കി. ചുള്ളിപ്പാറ പ്രദേശം താമസയോഗ്യമല്ലെന്ന് DMO റിപ്പോർട്ട് നൽകിയ കാര്യവും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നേരത്തെ 2021 നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തെ ഗുണ്ടകളെ ഇറക്കിയാണ് പ്ലാന്റ് ഉടമ നേരിട്ടത്. അന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും വീടുകൾ തകർക്കുകയും ചെയ്ത കേസ് നിലവിൽ പെരിന്തൽമണ്ണ മുൻസിഫ് കോടതിയുടെ പരിഗണനയിലാണ്. 2022 മനുഷ്യാവകാശ കമ്മീഷൻ പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. പഞ്ചായത്ത് ലൈസൻസ് കഴിഞ്ഞ മാർച്ചിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് ജൂലൈയിലും അവസാനിച്ചിട്ടും പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. രാത്രിയുടെ മറവിൽ ഗുണ്ടകളുടെ കാവലിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് അനധികൃതമായി പുതുക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും സമിതി ആരോപിച്ചു. പക്ഷെ ഒരു നിലക്കും നമുക്ക് ഇത് നിർത്തി കിട്ടുന്നില്ല. കോടതി ഉത്തരവ് പ്രകാരം നിർത്താനുള്ള ഓർഡർ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അവർ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോഴും അനുകൂല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഇത് വീണ്ടും വലിയ ഒരു സംരംഭമായിട്ട്, അതായത് HP ഒരുപാട് കൂട്ടിയിട്ടുള്ള വലിയ സംരംഭമായിട്ട് തുടങ്ങാനുള്ള വലുതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താമസത്ത് ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ പ്രക്ഷോഭപരിപാടികൾ വീണ്ടും സംഭവിക്കുന്നത്. ഒന്നാമത് അവിടെ ആ ഏരിയയിലെ ആളുകൾ ജനതാമസം കുറവാണ്. പക്ഷെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഇവരോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇതിന്റെ ഓണേഴ്സ് നമ്മളൊക്കെ അയൽവാസികളാണ്, പറഞ്ഞിട്ടും അവർ അംഗീകരിക്കുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ഭാരവാഹികളായ TK അബ്ദുൾ റസാഖ്, TK നാസർ, VKV സദറുദ്ദീൻ, KT അഹമ്മദ് ഊട്ടി, P യൂസഫ്, TK അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ കോങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് മുൻ MP രമ്യ ഹരിദാസ്. തിരഞ്ഞെടുപ്പ് വേളകളിൽ സർവേകൾ വരുന്നത് സ്വാഭാവികമാണ്. നിലവിൽ തനിക്ക് സംഘടനാ ചുമതലയുള്ളത് കണ്ണൂരിലാണ്. പാർട്ടി എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും അത് ഏറ്റെടുക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. വേനൽ ചൂടിനേക്കാൾ വേഗത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ ചൂടുയരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ മണ്ഡലം നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ LDFും കരുനീക്കങ്ങൾ സജീവമാക്കി.
യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല യുവജനയാത്രയുടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം പര്യടനം ആവേശമായി. കുമരമ്പത്തൂർ ചുങ്കം ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച യാത്ര തെങ്കര ചെക്ക് പോസ്റ്റിൽ സമാപിച്ചു. പകൽപൂര നിറവിൽ ചെർപ്പുളശ്ശേരി തൃക്കടീരി തിരുവളനാട് കാവിൽ താലപ്പൊലി ആഘോഷിച്ചു. വൈകുന്നേരത്തോടെ ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ചന്തം ചാർത്തി. കാളവേലകളും തേരും ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.